എസ്രയുടെ പുസ്തകം 6-ാം അധ്യായം 22-ാം വാക്യമാണ് ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിച്ചു വിടാം. യഹോവ അവരെ സന്തോഷിപ്പിക്കുകയും ഇസ്രായേലിൻ ദൈവമായ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണിയിൽ അവരെ സഹായിക്കേണ്ടതിന് അശ്ശൂർ രാജാവിൻ്റെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കുകയും ചെയ്തത് കൊണ്ട് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ 7 ദിവസം സന്തോഷത്തോടെ ആചരിച്ചു. അതിൻ്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെ, ഞാനത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. യഹോവ അവരെ സന്തോഷിപ്പിക്കുകയും. ആ വാക്യത്തിൽ 22-ാം വാക്യത്തിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും കാണുന്നത് ഇങ്ങനെയാണ്: 7 ദിവസം അവർ സന്തോഷത്തോടെ അപ്പത്തിൻ്റെ പെരുന്നാൾ ആചരിച്ചു. ആരംഭത്തിൽ കാണുന്നത് യഹോവ അവരെ സന്തോഷിപ്പിച്ചു. സ്തോത്രം. ഞാൻ ഞായറാഴ്ച പറഞ്ഞ ചില വാക്കുകൾ ഒന്നുകൂടി ആവർത്തിച്ച് പറയട്ടെ. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ദുഃഖിപ്പിക്കുന്നവനല്ല. ആമേൻ. ഒരിക്കലും നമ്മളുടെ മക്കൾ ദുഃഖിക്കുന്നത് നമുക്കിഷ്ടമല്ല, അല്ലേ? ശരിയല്ലേ? നമ്മുടെ മക്കൾ സന്തോഷിക്കുന്നതാണ് നമ്മുടെ ഇഷ്ടം. നമ്മുടെ മക്കൾ സന്തോഷത്തോടിരിക്കുന്നതാണ് നമുക്കിഷ്ടം. ഇവിടെ യഹോവയായ ദൈവം അവരെ സന്തോഷിപ്പിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചതാണ്. ഒരു വ്യക്തി, ഒരു ദൈവ പൈതൽ സന്തോഷത്തോടെ ഇരിക്കാൻ എന്താണോ ചെയ്യേണ്ടതെന്ന് ദൈവത്തിനറിയാം. ആ വിഷയം ദൈവം ചെയ്തിരിക്കും. സ്തോത്രം. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ടു. വിശുദ്ധ വേദപുസ്തകത്തിലെ ആദ്യ മനുഷ്യനായ, ആരംഭ പുസ്തകത്തിലെ, ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ നിലത്തെ പൊടിയിൽ നിന്ന് ദൈവമുണ്ടാക്കിയ മനുഷ്യൻ ഒറ്റയ്ക്കായിരുന്നു. അവൻ ഏകാന്തത അവൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു. ദൈവത്തിനറിയാം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് വെച്ചാൽ, പുള്ളി സ്തോത്രം ഏകാന്തതയോടെ ഇരുന്നപ്പോൾ പുള്ളിക്ക് സന്തോഷമില്ല. സ്തോത്രം. ആരോട് സംസാരിക്കാനില്ല, ഇടപഴകാനില്ല, ഒന്നുമില്ല. എന്നും സൂര്യൻ അസ്തമിക്കുമ്പോൾ വൈകുന്നേരങ്ങളിൽ ദൈവം വരും. ആമേൻ. ആദാമിനോട് സംസാരിക്കും, പോകും. സ്തോത്രം. ആ ഒരവസ്ഥയിലായിരുന്നപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവനെ സന്തോഷിപ്പിക്കാൻ ഒരു ഹവ്വയെ വേണം. ദൈവം കൊടുത്തു. വെളിപ്പാട് പുസ്തകം, അവസാനത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, സ്തോത്രം, ഡൊമീഷ്യൻ ചക്രവർത്തി അപ്പോസ്തലനാകുന്ന യോഹന്നാനെ സ്തോത്രം പത്മോസ് എന്ന് പറയുന്ന ഭയാനകമായ ഒരു ദ്വീപിലേക്ക് കൊണ്ടിട്ടു. നാടുകടത്തപ്പെട്ടു. നാടുകടത്തിയ ക്രിസ്തുനിമിത്തം നാടുകടത്തപ്പെട്ട് ആമേൻ ആ പത്മോസ് എന്ന ദ്വീപിൽ കിടക്കുമ്പോൾ ഭയാലുവായിരിക്കുന്ന, അല്ലെങ്കിൽ സ്തോത്രം ആ ഒരു അന്തരീക്ഷത്തിൽ കിടക്കുന്ന യോഹന്നാനെ ബലപ്പെടുത്താൻ, യോഹന്നാനെ സന്തോഷിപ്പിക്കാൻ കർത്താവിനറിയാം. ഞാൻ ക്രൂശിതനായിട്ടല്ല ഇറങ്ങി വരേണ്ടേ, തേജസ് വാരി പുതച്ചവനായി ആ പത്മോസ് ദ്വീപിൽ യോഹന്നാന്റെ ഏകാന്തതയിൽ. നമുക്ക് മനസ്സിലായി. ഒന്നാം മനുഷ്യനായ ആദാമിൻ്റെ ഏകാന്തത മാറ്റാൻ, ആദാമിൻ്റെ ജീവിതത്തെ സന്തോഷിപ്പിക്കാൻ ഹവ്വയെ കൊടുക്കണമെന്നറിയാവുന്ന ദൈവത്തിന് ആമേൻ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയ സ്തോത്രം ആമേൻ യോഹന്നാൻ അപ്പോസ്തലന് ആമേൻ തന്നെ സന്തോഷിപ്പിക്കാൻ ദൈവത്തിന് മനസ്സിലായി. ഇവന് കൊടുക്കേണ്ടത് ഞാൻ തന്നെ ഇറങ്ങണം. തേജസ് വാരി പുതച്ചുകൊണ്ട് ഞാൻ ഇറങ്ങണം. ചില വെളിപ്പാടുകൾ ഞാൻ ഇവന് കൊടുത്താൽ ഇവൻ സന്തോഷിക്കും. ആമേൻ പറഞ്ഞാട്ട്. അങ്ങനാണെങ്കിൽ ദൈവത്തിനറിയാം നമ്മളെ സന്തോഷിപ്പിക്കാൻ. ഒരു സ്തോത്രം പറഞ്ഞേ. ഈ ലോകത്തിലെ ഏത് സന്തോഷത്തിനും ചില മിനിറ്റുകളോ ചില മണിക്കൂറുകളോ മാത്രമേ അതിനായുസുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ ദൈവം തരുന്ന സന്തോഷം അതൊരിക്കലും നിന്നു പോകത്തില്ല. അത് ശാശ്വതമായ സന്തോഷമാണ്. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ. ബേർശേബ മരുഭൂമിയിൽ
കരയുന്ന ഹാഗറിന്റെ കരച്ചിൽ മാറ്റി ആ കുഞ്ഞിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, ആ അമ്മയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ദൈവത്തിനറിയാം ഒരു ഉറവയെ തുറക്കണമെന്ന്. ഇന്ന് രാത്രി എന്താണോ നിനക്ക് വേണ്ടത്, നിന്നെ സന്തോഷിപ്പിക്കാൻ എന്താണോ ദൈവത്തിന് നിനക്ക് വേണ്ടതെന്ന് നന്നായി അറിയാവുന്ന ദൈവം. ആമേൻ. അതൊരു പ്രവാചകന് ഒരുപക്ഷെ അറിയണമെന്നില്ല, പക്ഷെ നന്നായി അറിയുന്ന ദൈവം ഈ നാളുകളിൽ നിന്നെ ബലപ്പെടുത്താൻ അവൻ ഇറങ്ങി വരുവാനിടയാകും. സ്തോത്രം. സദൃശവാക്യം 21:1 നമ്മൾ ഇങ്ങനെ വായിച്ചു, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. ദൈവം ചിലതിനെയൊക്കെ തിരിക്കും. ദൈവം ചിലതിനെയൊക്കെ തിരിക്കും. ഒരു വാക്യം ഒന്ന് വേഗത്തിൽ വായിക്കാം, വേഗത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചേ. എന്നാൽ യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി അവൻ ഇസ്രായേൽ മക്കളെ. സാധാരണഗതിയിൽ ദൈവം എന്തേലും ചെയ്താൽ ദൈവജനത്തിന് വിടുതലല്ലേ? ദൈവജനത്തിന് വിടുതലിന് വേണ്ടിയല്ലേ ദൈവം ചിലത് ചെയ്യുന്നേ? പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നേ യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. കഠിനമാക്കിയപ്പോ ചില അനുകൂലമായ കാര്യങ്ങൾ നടക്കുന്നതിന് പകരം അതിൽ നിന്ന് വന്ന ഫലം ഇസ്രായേൽ മക്കൾക്ക് പ്രതികൂലമാണ്. സ്തോത്രം. മോശയും ജനവും വിചാരിച്ചു ഇപ്പൊ ഞങ്ങളെ വിടും. ഓരോ ബാധ വരുമ്പോഴും വിചാരിക്കും ഇപ്പൊ ഞങ്ങൾ പോകും, ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങൾ ഇപ്പോൾ പുറപ്പെടും, ഞങ്ങളുടെ വാഗ്ദത്തത്തിലേക്ക് ഞങ്ങൾ ഇപ്പോൾ പുറപ്പെടും. എന്നാൽ ഓരോ പ്രാവശ്യവും കാണുന്നത് ഹൃദയം കഠിനപ്പെട്ടു. സ്തോത്രം. സദൃശവാക്യം 21 ഞാൻ പറഞ്ഞത്, രാജാവിന്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു എന്നല്ലേ? ഫറവോന് രാജാവല്ലേ? രാജാവിന്റെ ഹൃദയത്തെ ദൈവം ഇപ്പൊ എങ്ങനെയാ തിരിച്ചേ? കഠിനമാക്കാൻ തിരിച്ചു. ശലോമോൻ ഞാൻ ഈ സദൃശവാക്യത്തിൽ പറയുന്ന പ്രകാരം പറഞ്ഞാൽ ഫറവോന്റെ ഹൃദയത്തെ ദൈവം എങ്ങനെ തിരിച്ചു? ഇസ്രായേൽ മക്കൾക്ക് അനുകൂലമായിട്ടല്ല, ഇസ്രായേൽ മക്കൾക്ക് പ്രതികൂലമെന്ന് തോന്നത്തക്ക രീതിയിൽ പ്രതികൂലമായി ദൈവം തിരിച്ചു. എന്നാൽ ഇന്ന് രാത്രി തിരിച്ചറിയണം, ചിലരെല്ലാം നമുക്ക് പ്രതികൂലമാകുമ്പോഴും ആമേൻ ദൈവത്തിന്റെ കൈക്കകത്ത ഇരിക്കുന്നേ. അത് തിരിച്ചറിഞ്ഞാൽ മതി. ആരെല്ലാം നമുക്ക് വിരോധമായി ഹൃദയ കാഠിന്യതയോടെ നിനക്കെതിരെ സംസാരിച്ചാലും നിനക്കെതിരെ പ്രവർത്തിച്ചാലും, നേരത്തെ നമ്മൾ കേട്ടതുപോലെ നമ്മൾ ദൈവമക്കളാണെങ്കിൽ, ഞാനൊരു ദൈവ പൈതലാണെങ്കിൽ, ഏത് ഹൃദയം നിനക്കെതിരെ കഠിനപ്പെട്ടാലും അതിനെ അനുകൂലമായി തിരിക്കാൻ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ആമേൻ. ഏത് ഫറവോന്റെ ഹൃദയം നിനക്കെതിരെ കഠിനമായാലും ഇന്ന് രാത്രി തിരിച്ചറിയ, നീ സാക്ഷാൽ ഇസ്രായേലാണെങ്കിൽ, നീ യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ, ദൈവം അറിയാതെ ഒരു ഫറവോന്റെ ഹൃദയം ചലിക്കില്ല. സ്തോത്രം. എന്നാൽ 10-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് വീണ്ടും നമ്മൾ കാണുന്നത്, എന്നാൽ യഹോവ ഫറവോന്റെ ഹൃദയം കഠിനമാക്കി. ആമേൻ. അവിടെ നമ്മൾ കാണുന്നത് അതിന്റെ ഏകദേശം 11-ാം അധ്യായത്തിന്റെ സ്തോത്രം ഹല്ലേലൂയ 1-ാം വാക്യത്തിൽ ഇരിക്കുന്നു. സ്തോത്രം. ദൈവം ഒരു മുന്നറിയിപ്പായി, ഒരു ദൂതായി തന്റെ ജനത്തിന് കൊടുക്കുന്നു. അനന്തരം യഹോവ മോശയോട്, ഞാനൊരു ബാധ കൂടെ ഫറവോന്റെ മേലും മിസ്രയീം മേലും എന്ത് ചെയ്യും? വരുത്തും.
അതിന്റെ ശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്ന് വിട്ടയക്കും. 12-ാം അധ്യായം 29 മുതൽ വായിക്കുമ്പോൾ ഇത് കാണുകയാണ്. ദൈവം ബാധ അയക്കുന്നു. അർദ്ധരാത്രിയിൽ സിംഹാസനത്തിലിരുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ കുണ്ടറയിൽ കിടന്ന തടവുകാരന്റെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തിലെ ആദ്യജാതന്മാരെയും മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയെല്ലാം യഹോവ സംഹരിച്ചു. 30-ാം വാക്യത്തിൽ കാണുന്നു, മിസ്രയീമിൽ വലിയൊരു നിലവിളി ഉണ്ടായി. വീണ്ടും കാണുന്നു, ഒന്നും മരിക്കാതെ ഒരു വീടും ഉണ്ടായിരുന്നില്ല. 31-ാം വാക്യത്തിൽ ഇതുവരെ നമ്മൾ വായിച്ച കഠിനതയുടെ മറുപടി വെളിപ്പെടുകയാണ്. രാത്രിയിൽ മോശയെയും അഹരോനെയും ഫറവോൻ വിളിപ്പിച്ചു. 12:31 കാണുന്നു, വിളിപ്പിച്ചു, നിങ്ങൾ ഇസ്രായേൽ മക്കളുമായി എഴുന്നേറ്റ് എന്റെ ജനത്തിന്റെ നടുവിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ യഹോവയെ ആരാധിപ്പീൻ. മുപ്പത്തിമൂന്നാം വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെ, വേഗത്തിൽ ദേശത്ത് നിന്ന് സ്തോത്രം, വേഗത്തിൽ ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രിയിൽ നിനക്കെതിരെ കഠിനപ്പെട്ടിരിക്കുന്ന ചില ഹൃദയത്തിന്റെ ഉടമസ്ഥന്മാരെ, ചില ഫറവോന്മാരെ, ചില രാജാക്കന്മാരെ എന്റെ ദൈവം ഇസ്രായേലായിരിക്കുന്ന നിനക്ക് അനുകൂലമായി തിരിക്കുമ്പോൾ, ആമേൻ, നിന്റെ നന്മയെ, നിന്നെ പിടിച്ചു വച്ചിരിക്കുന്ന ഫറവോന്റെ ആധിപത്യത്തെ തകർത്ത് ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് നിന്നെ ഇന്നലെ വരെ പിടിച്ചു വച്ചവർ തന്നെ നിന്നെ ഓർപ്പിച്ചു വിടത്തക്കവണ്ണം. എത്രവർക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ, ഇന്നലകളിൽ ചിലരെല്ലാം നിനക്കെതിരെ ഹൃദയ കാഠിന്യതയോടെ നിനക്ക് വിരോധമായി പ്രവർത്തിച്ചെങ്കിൽ ഭാരപ്പെടേണ്ട. ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ, കുഞ്ഞാത്തിന്റെ രക്തത്തിന്റെ മറവിൽ നിന്നെ മറച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തം നിന്റെ പേരും നിന്റെ കുടുംബത്തിന്റെ പേരും നിന്റെ തലമുറ പരമ്പരയുടെ പേരും ഉണ്ടെങ്കിൽ, ഈ നാളുകളിൽ എന്റെ ദൈവം ആ അടിമത്തങ്ങളെ തകർത്ത്, ആ കാഠിന്യതകളെ തകർത്ത് തന്റെ വാഗ്ദത്തത്തിലേക്ക് തന്റെ ജനത്തെ ഈ നാളുകളിൽ ദൈവം നടത്താൻ പോവുകയാണ്. ഇവിടെ വായിക്കുന്ന വാക്യം ഇങ്ങനെ, വർഷങ്ങൾ കൊണ്ട് ഇവരുടെ അനുഗ്രഹങ്ങളെ പലതും പിടിച്ചു വച്ചിരുന്ന ഫറവോൻ ഇന്ന് മോശയെ അർദ്ധരാത്രി വിളിച്ചിട്ട് പറയാ, നിങ്ങൾ ആരാധിക്കാൻ പോകുന്നതിന് മുമ്പ് എന്നെ കൂടെ അനുഗ്രഹിച്ചിട്ട് വയ്ക്കുക. അങ്ങനെയല്ലേ ഇവിടെ ഇരിക്കുന്നേ? 32-ാം വാക്യത്തിൽ ഇരിക്കുന്നു, എന്നെയും അനുഗ്രഹിപ്പീൻ എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി ശ്രദ്ധിച്ചു കേട്ടോ, ചിലരെ ഇന്നലെ വരെ നിന്റെ അനുഗ്രഹത്തെ പിടിച്ചു വെച്ച പലരെയും അനുഗ്രഹിക്കാൻ നിന്റെ കരങ്ങളെ ദൈവം ബലപ്പെടുത്താൻ പോവുകയാണ്. ഓ, മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ. യെസ്, ഇന്ന് രാത്രി ചിലരെയൊക്കെ കർത്താവ് സന്തോഷിപ്പിക്കാൻ പോവുക. ഇന്നലകളിൽ വർഷങ്ങൾ കൊണ്ടുള്ള ചില ദുഃഖങ്ങളെ, ചില സങ്കടങ്ങളെ കർത്താവ് ദിവസങ്ങളിൽ പരിഹരിക്കാൻ പോവുകയാണ്. നീ സങ്കടപ്പെട്ടിരിക്കുന്ന വിഷയം, നീ ദുഃഖിച്ചിരിക്കുന്ന വിഷയത്തെ കർത്താവ് ഇന്ന് രാത്രി തിരിക്കാൻ പോവുകയാണ്. ചില ഫറവോന്റെ ഹൃദയങ്ങളെ ദൈവം തിരിക്കാൻ പോവുകയാണ്. ദൈവം നിനക്ക് അനുകൂലമായി തിരിക്കാൻ പോവുകയാണ്. ഇന്ന് നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന ചില ഫറവോന്റെ ഹൃദയങ്ങളെ നിനക്ക് അനുകൂലമായി തിരിക്കാൻ പോവുക. എത്ര പ്രതികൂലമായാലും തിരിച്ചറിഞ്ഞു, നീ ദൈവ പൈതലാണെങ്കിൽ ആ ഫറവോന്റെ ഹൃദയം തമ്പുരാന്റെ കരത്തിനകത്തായിരിക്കുന്നേ, തമ്പുരാന്റെ കരത്തിനകത്തായിരിക്കുന്നേ. നീർത്തോട് കണക്ക് ഫറവോന്റെ ഹൃദയം ദൈവത്തിന്റെ ഉള്ളം കരത്തിനകത്ത് ഇരിക്കുമ്പോൾ നീ അധൈര്യപ്പെടണ്ട. നിന്റെ അനുഗ്രഹത്തെ പിടിച്ചു വെച്ചവർ തന്നെ ഞങ്ങൾ
നിങ്ങളെ കൂടി അനുഗ്രഹിക്കുക, എന്നെ കൂടി അനുഗ്രഹിക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം തിരിക്കാൻ പോവുകയാണ് ആളുകളിൽ. എത്രയോ നാളുകൾ കൊണ്ട് ഈ ഫറവോൻ നിന്റെ ആ നന്മയെ പിടിച്ചു വെക്കുന്നു. എത്രയോ വർഷങ്ങൾ കൊണ്ട് ഈ ഫറവോൻ നിന്റെ അനുഗ്രഹത്തെ പിടിച്ചു വെക്കുന്നു. ഇന്ന് രാത്രി കാര്യം തിരിയാൻ പോവാ. കാരണം ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി ചലിക്കുമ്പോ, ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി തിരിയുമ്പോ, അതല്ലേ ശലോമോൻ ഞാൻ ഈ സദൃശവാക്യത്തിലൂടെ പറഞ്ഞ്, ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായി തിരിയുമ്പോ ഒരു നീർത്തോട് കണക്ക് ചില ഫറവോന്റെ ഹൃദയങ്ങളെ ദൈവം ഇതാ നിനക്ക് അനുകൂലമായി തിരിക്കാൻ പോകുന്നു. ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. യോഹന്നാൻ 19:10 വരുമ്പോ ഒന്ന് വായിച്ച്, പെട്ടെന്ന് വായിച്ചേ. യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന് അതുവരെ മിണ്ടാതിരുന്ന എൻ്റെ കർത്താവ് അപ്പോൾ അവൻ വായി തുറന്ന് പറയുക, യേശു അവനോട്, മേളിൽ നിന്നും, കേൾക്കുന്നുണ്ടോ, മേളിൽ നിന്നും നിനക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ, എന്ന് വെച്ചാൽ അധികാരം കിട്ടിയിട്ടില്ല എങ്കിൽ, വീണ്ടും അനുമതി കിട്ടിയിട്ടില്ല എങ്കിൽ, സമ്മതം കിട്ടിയിട്ടില്ല എങ്കിൽ എന്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകയില്ലായിരുന്നു. എന്ത് മനസ്സിലായി? ആരെങ്കിലും വല്ലതും ചെയ്യുന്നെന്ന് പറഞ്ഞ്, ആരെങ്കിലും വല്ലതും പറയുന്നു എന്ന് പറഞ്ഞ് ഭാരപ്പെടണ്ട. നീ ദൈവ പൈതലാണെങ്കിൽ ദൈവം അനുവദിക്കാത്ത ഒന്നും നിന്നെ തൊടില്ല. ഇവിടത്തെ എത്ര വലിയ രാജാവാണെങ്കിലും, ഇവിടത്തെ എത്ര വലിയ ഉന്നതന്മാരാണെങ്കിലും, ഇന്ന് രാത്രി നീ ഒരു യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ ഇന്ന് രാത്രി എഴുതിയിട്ടോ, എന്റെ ദൈവം അധികാരം കൊടുക്കാതെ, എന്റെ ദൈവം സമ്മതിക്കാതെ, എന്റെ ദൈവം അനുവാദം കൊടുക്കാതെ, അധികാരം കൊടുക്കാതെ ഒരു ഹെരോദാവന്മാർക്കും നിന്നെ തൊടാൻ കഴിയില്ല, ഒരു ഫറവോന്മാർക്കും നിന്നെ തൊടാൻ കഴിയില്ല, ഒരു രാജാക്കന്മാർക്കും നിന്നെ തൊടാൻ കഴിയില്ല. തുള്ളിയെന്നുകൊണ്ട് പറയുക, നിന്നെ ക്രൂശിപ്പാനും നിന്നെ വിട്ടയപ്പാനും എനിക്ക് അധികാരമുണ്ടെന്ന് നീ അറിയുന്നില്ലയോ? അപ്പോഴാ പുള്ളിക്ക് അറിയാത്തൊരു കാര്യം കർത്താവ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നേ. ഹെരോദാവേ, നിനക്ക് അറിഞ്ഞുകൂടാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. എനിക്കൊരപ്പനുണ്ട്. ഇന്ന് രാത്രിത്തൊക്കെ പറയാൻ പറ്റും, എനിക്കൊരു സ്വർഗീയ പിതാവുണ്ട്. ആ അപ്പൻ അനുവദിക്കാതെ നിനക്കെന്നെ തൊടാൻ പറ്റത്തില്ല. ഓ, നിന്റെ അധികാരങ്ങളൊക്കെ ഇവിടെ ഉള്ളതാ. ഈ അധികാരങ്ങളൊക്കെ എന്റെ അപ്പൻ അനുവദിക്കാതെ എന്റെ തലയ്ക്ക് വീത വരത്തില്ല. ഇന്ന് രാത്രി ആരെയൊക്കെ കർത്താവ് പറയുന്നു, ചിലതിനൊക്കെ ദൈവം പിരിക്കാൻ പോവുകയാണ്. ചില ഫറവോന്മാരുടെ ഹൃദയങ്ങള്, ചില രാജാക്കന്മാരുടെ ഹൃദയങ്ങള്, ഇന്നലെ നിനക്ക് പ്രതികൂലമായിരുന്നു ചില വ്യക്തികള് എന്റെ ദൈവം ഇതാ നിനക്ക് അനുകൂലമായി. ദൈവം അനുവദിക്കാതെ ഒരു ഹെരോദാവിന്റെ കരവും ഒരു ശത്രുവിന്റെ കരവും നിന്റെ മേൽ വരത്തില്ല. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഇത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലുണ്ട്. യോബിനെ നോക്കി യോബ് പറയും, യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, സാത്താൻ വന്ന് ദൂതന്മാരോടൊപ്പം വന്ന് നിൽക്കുമ്പം ദൈവം ചോദിക്കുന്നു, എന്റെ ദാസനായ യോബിന്റെ മേൽ. സാത്താൻ പറയുന്നത്, എങ്ങനാ പറ്റുന്നേ? ദൃഷ്ടി വെച്ചു, പക്ഷെ എനിക്ക് തൊടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ തൊടാൻ പറ്റുന്നില്ല, വേലിയ. ദൈവം ഒന്നൊന്നായിട്ട് ദൈവം മാറ്റിക്കൊടുത്തു. പ്രാണന് ചുറ്റും മാത്രം ഒരു വേലി കെട്ടി.
എൻ്റെ ഭാഷ പറഞ്ഞാൽ പ്രാണന് ചുറ്റും മാത്രം ഒരു വേലി കെട്ടി, പ്രാണനെ മാത്രം തൊടരുത്. സാത്താനെ, നീ വലിയ പുള്ളിയായിരിക്കും, പക്ഷെ നീ തലകുത്തി നിന്നാലും ദൈവം അനുവദിക്കാതെ തൻ്റെ ഭക്തരെ തൊടാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു, പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ മേലെ പിശാച് കയറി കാണും. പുതിയ നിയമഭാഷയെ പറഞ്ഞാൽ പിശാച് കയറിയിട്ട് പിശാച് വന്നു എന്ന് പറയുക, ഭാര്യ വന്നു എന്ന് പറയുക. ആരും പണങ്ങല്ലേ. ഹല്ലേലൂയ, സ്തോത്രം. ആരാ വന്ന് പറയുന്നേ? പിശാചല്ല, ഭാര്യ വന്നു എന്ന് പറയുക. ആരൊക്കെ കണ്ണുരുട്ടുന്നു? ആമേൻ, ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ചിരുന്നാൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഭാര്യ വന്നു എന്ന് പറയുക. ഈ ഭക്തിയൊക്കെ മുറുകെ പിടിച്ചോണ്ടിരിക്കാതെ, അല്ലേ? പണ്ട് ഒന്നിനും ഒരു കുറവില്ലായിരുന്നു, പക്ഷെ ഇത് വന്ന ശേഷം പുള്ളിക്കാരിക്ക് പഴയ സന്തോഷമൊന്നുമില്ല. ഈ ഭക്തിയൊക്കെ മുറുകെ പിടിച്ചോണ്ടിരിക്കാതെ നീ എന്ത് ചെയ്യേ? വെറുതെ ചെന്ന് ചാവാൻ പറഞ്ഞെങ്കിലും കുഴപ്പമില്ലായിരുന്നു പാസ്റ്റേ. അപ്പോഴാണ് മനസ്സിലാവുന്നത് പിശാചാണെന്ന്. ഇവളിലൂടെ സംസാരിപ്പിക്കുന്നത് പിശാചാണെന്ന്. ഇവള് പറയുന്നെന്താ? ഈ ഭക്തി എന്ത് ചെയ്യണം? ഇതല്ലേ പിശാചിന്റെ ഇഷ്ടം? നിന്റെ ഈ ഭക്തിയല്ലേ ഈ വേലി നിനക്ക് ചുറ്റും ഉണ്ടായിരുന്നേ? ഈ ഭക്തിയല്ലേ ഈ നന്മയ്ക്കൊക്കെ കാരണം? ഈ ഭക്തിയല്ലേ നിന്റെ ഈ സമ്പത്തിനൊക്കെ കാരണം? അല്ലേ? ഈ ഭക്തിയല്ലേ പിശാച് എന്തൊക്കെ നോക്കിയിട്ട് എത്രയൊക്കെ ദൃഷ്ടി വെച്ചിട്ടും നിന്നെ തൊടാൻ പറ്റാത്തത്? ഇവളൊന്നുകൊണ്ട് പറയാ, ഈ ഭക്തിയെ തള്ളിക്കളഞ്ഞിട്ട് അടുത്ത വാക്ക് നീ ചെന്ന് എന്ത് ചെയ്യണം? ഇതാണ് പിശാചിന്റെ ആഗ്രഹം. ഒന്ന്, നിന്റെ ഭക്തിയെ നശിപ്പിക്കണം. രണ്ട്, നിന്റെ പ്രാണനെ തകർക്കണം. ദൈവം വെച്ചിരിക്കുന്ന വേലിക്കകത്ത് പുള്ളിക്ക് കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ചില വാക്കുകളിലൂടെ, ഈ നാളുകളിൽ ചില വാക്കുകളിലൂടെ നിന്റെ വിശ്വാസത്തെ, നിന്റെ ഭക്തിയെ, നിന്നിലുള്ള ദൈവകൃപയെ, ദൈവത്തിലുള്ള അതിയായ വിശ്വാസത്തെ തകർത്ത് കളയാൻ ചിലപ്പോൾ ഭാര്യയിലൂടെ വരും, ചിലപ്പോൾ മക്കളിൽ നിന്ന് വരും, ചിലപ്പോൾ അപ്പനമ്മയിൽ നിന്ന് വരും, ചിലപ്പോൾ വിശ്വാസികളിൽ നിന്ന് വരും, ചിലപ്പോൾ ദേശത്തുനിന്ന് വരും. ഇവിടെ കൂടെ ഒരു പിടിയില്ല. സാത്താൻ ഏത് വഴിക്കൂടെയും വരും. ആമേൻ. ആരുടെ രൂപത്തിലും വരും. സ്തോത്രം. ഹല്ലേലൂയ. ആരിലൂടെയും വരാം. സ്തോത്രം പറഞ്ഞേ. ഒരിക്കല് പത്രോസിനെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, നീ പാറ കഷ്ണമാണ്, ഞാൻ പാറയാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ. കുറച്ച് അടുത്ത വാക്യങ്ങൾ നോക്കുമ്പോഴേക്കും, സാത്താനെ നീ എന്നെ വിട്ടു പോകും. ഇന്നത്തെ പാസ്റ്റർമാർ, നേരത്തെ ദേവാസം പറഞ്ഞ പോലെ, ഇന്നത്തെ പാസ്റ്റേഴ്സ് ഏതെങ്കിലും സഭയിൽ നിന്നോട് ഇങ്ങനെ പറഞ്ഞ, സ്തോത്രം, യേശു എന്നോട് പറയാ, കുറച്ചു മുമ്പേ പറഞ്ഞെന്താ? നീ പത്രോസാകുന്നു. ഇന്നലെ വരെ നീ ഒരു ഞാങ്ങണ പോലെയായിരുന്നു, പക്ഷെ ഇന്നു മുതൽ നീ എങ്ങനെയാ? ഇതിനെ ഞാനാകുന്ന പാറയോട് ചേർത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ. കുറച്ചു കഴിഞ്ഞപ്പോ പുള്ളിയുടെ വായിന്ന് പറയാൻ പാടില്ലാത്തൊരു വാക്ക് വന്നു. ദൈവത്തിന്റെ ഹിതത്തെ, ദൈവത്തിന്റെ നീതിക്ക് വിരോധമായി നിരക്കാത്ത വാക്ക്. ദൈവപദ്ധതിയുടെ ലോകസ്ഥാപനം മുതൽ ദൈവം വച്ചിരുന്ന, അല്ലെങ്കിൽ ആമൻ സ്തോത്രം, ആമൻ സ്തോത്രം, ആദാമ്യ വർഗം പാപത്തിൽ വീണുപോയപ്പോ ദൈവമിട്ട പദ്ധതിയുടെ നിവർത്തീകരണം നടക്കാൻ പോവാ. അതിന് വിരോധമായിട്ടുള്ളൊരു വാക്കാവത്തെ ഉടനെ ശാസിച്ചു. സ്തോത്രം. അപ്പൊ ഏത് വഴിക്ക് സാത്താൻ എന്തു പറയിക്കുമെന്ന്, ആമേൻ, അതാ വചനം പറയുന്നേ. സാത്താന്റെ തന്ത്രങ്ങളെ അറിയാത്തവർ അല്ലല്ലോ. തിരിച്ചറിയണം, ഏത് വിധമാണ് നിന്നെ തകർക്കാൻ പിശാച് വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. സാത്താന്റെ തന്ത്രങ്ങൾ അറിഞ്ഞിരിക്കണം. കേൾക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. ഈ സ്ത്രീ വന്ന് പറഞ്ഞു, ഭക്തി വിട്ടിട്ട് ചത്തുകളാ. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? ചത്തുകളാ. അഭിഷിക്തൻ ഭക്തനായ മനുഷ്യൻ തിരിച്ചു പറയുന്നു, നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. നീ ഒരു പൊട്ടിയെ പോലെ സംസാരിക്കുന്നു. ശ്രദ്ധിക്കണേ, അവിടെ പോലും ദൈവത്തിന് വിരോധമായി പുള്ളി സംസാരിച്ചില്ല, ദൈവത്തിനെതിരെ സംസാരിച്ചില്ല, ദൈവത്തിൽ വിശ്വസിച്ചു. ഇന്ന് രാത്രി ദൈവത്തിൽ വിശ്വസിക്ക. ഏതു പ്രതികൂലം നിനക്കെതിരെ വന്നാലും ദൈവം അറിയാതെ ഒന്നും തൊടത്തില്ല. കടകളടയ്ക്കാം. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ജീസസ്, ദൈവം അറിയാതെ ഒന്നും വരത്തില്ല. വിശ്വസിക്കാമോ? ഇന്ന് രാത്രിയിൽ ദൈവം അറിയാതെ ഒന്നും വരത്തില്ല.